ഒന്നുമനോടിയിടല്ലേ, 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 ഒന്നുമനോടിയിടല്ലേ. ഒന്നുമനോടി കയ്യൊക്കെ എന്തി, കയ്യൊക്കെ. ഹലോ, ഹെൽമിലൂഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. പഴയ വ്ളോഗ് കാണുന്നവർക്ക് അറിയാൻ കേട്ടോ, ഇത് നമ്മുടെ വീട്ടിലെ പൂച്ചക്കുഞ്ഞല്ല, അടുത്ത വീട്ടിലെയാണ്. നേരത്തെ ഇവൾ ഇതുപോലെ എൻ്റെ അടുത്ത് ഇണങ്ങത്തൊന്നും ഇല്ലായിരുന്നു. ഇപ്പം പക്ഷേ അടുപ്പിച്ച് കുറെ വ്ളോഗുകളിൽ നിങ്ങൾക്ക് ഇവളെ കാണാൻ, കാരണം സ്ഥിരം ഇവിടെ വരാറുണ്ട്. ഞാൻ അവളുടെ അടുത്ത് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു ചോറും കാര്യങ്ങളും മീനും ഒക്കെ കൊടുത്ത് ഇപ്പൊ ഒരിത്തിരി എൻ്റെ അടുത്ത് ഇണങ്ങുന്നുണ്ട് കേട്ടോ. ഇതുപോലെ അടുത്ത് വരികയും ഞാൻ ഇപ്പൊ ഒന്ന് കതക് തുറന്നിറങ്ങിയ ഉടനെ എന്റെ കാലിന്റെ കീഴിൽ വന്ന് ഉരുമി നിന്ന് ഞാൻ പറയാം, എന്റെ കുഞ്ഞെ നീർന്നും മാറി നിൽക്കല്ലേ, നിന്നെ ചവിട്ടും. കാരണം നമുക്ക് കാണത്തില്ല, രാത്രിയിലൊക്കെ പുറത്തിറങ്ങിയ ഫുൾ ടൈം ഇപ്പൊ എന്റെ അടുക്കള വാതുക്കയിലാണ് കേട്ടോ. അപ്പോ ജോസാന് വലിയ ഇഷ്ടമല്ല, എപ്പോഴും പറയാറുണ്ട് നീ ഇതിനെ ഇണക്കി വെച്ചിരിക്കുക, അത് ദോഷത്തിനാണെന്നൊക്കെ പറയും. ഞാൻ പറയില്ല ജോസ, ഇവള് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വന്നിരിക്കുന്നേ, അകത്തൊന്നും കയറത്തില്ല, ശല്യമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഏലക്കായുടെ അരിയാണ് കേട്ടോ. കുറെ ഏലക്കായ ഉണ്ടായിരുന്നു, അതിന്റെ അരി എടുത്തതാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും എങ്ങനെ ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടി എടുത്തെന്ന്. എളുപ്പമാണ് കേട്ടോ. ആ ഏലക്ക അതുപോലെ നല്ലതുപോലെ ഒന്ന് കഴുകണം. ഞാൻ നല്ല തിളച്ച വെള്ളത്തിലിട്ട് കഴുകിയെടുത്തു. അപ്പോഴത്തേക്ക് ആ ഏലക്ക അങ്ങ് കുതിരും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിങ്ങി എടുത്താൽ മതി, ഈസി ആയിട്ട് വരും. പക്ഷെ വെയിലുള്ള സമയത്ത് ഇത് ചെയ്യാവൂ. അതിനുശേഷം നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. കാരണം എനിക്ക് അവല് വിളയിച്ചതിന്റെ ഒരു ഓർഡർ വന്നായിരുന്നു. ഞാനിപ്പോ അവല് വിളയിച്ചത് ചെയ്യുന്നില്ല, കാരണം അറിയാലോ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ്. ഇപ്പൊ ചെയ്ത് തന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട്, അർജന്റ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അതിന് വേണ്ടി ആ ഏലക്ക ഇരുന്നതെല്ലാം അങ്ങ് പൊടിക്കാന്ന് വെച്ചു. അപ്പൊ രാവിലെ തന്നെ കുറച്ച് ഫൈബറും മിനറൽസും വൈറ്റമിൻസും എന്തൊക്കെയുണ്ടോ അതെല്ലാം, ആന്റി ഓക്സിഡൻസും എല്ലാം നമ്മുടെ ബോഡിക്ക് വേണമല്ലോ. അപ്പോൾ ഇതെല്ലാം ഉള്ളതാണ്. മഗ്നീഷ്യം, സിങ്ക്, ഫോസ്ഫറസ്, അയൺ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഫുൾ കംപ്ലീറ്റ് ഫുഡിനെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ പോകുവാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഇപ്പൊ സെയിൽ ചെയ്യുന്ന ഐറ്റംസിൽ പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, വാൾനട്ട്, ഫിഗ്, അതായത് അത്തിപ്പഴം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മില്ലറ്റ്സ് എല്ലാം നമ്മളിപ്പോ സെയിൽ ചെയ്യുന്നുണ്ട്. തീന, ചാമ, വരക്, കുതിരവാലൻ, നിങ്ങൾക്ക് എന്ത് വേണമോ, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊന്ന് ചോദിക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് കേട്ടോ. അപ്പൊ അതിനുശേഷം വേറെ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് മേടിക്കാമല്ലോ. അപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാം ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പം ഇതാണ് കേട്ടോ. ഫ്ലാക്സ് സീഡ് രണ്ട് ടൈപ്പ് ഉണ്ട്, കട്ടിയുള്ളതും ഉണ്ട്, ഇല്ലാത്തതുമുണ്ട്. നമുക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെ കട്ടി ഇല്ലാത്തതാണ് കേട്ടോ. ഇത് ചിയ സീഡും ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മുടെ ബോഡിക്ക്. നമ്മുടെ അകമേ മാത്രമല്ല കേട്ടോ, നമ്മുടെ മുടിക്കായാലും സ്കിന്നിനായാലും എല്ലാത്തിനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ഫുഡാണ് ഇതൊക്കെ. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് എൻ്റെ ഒന്ന് ലിസ്റ്റ് മേടിച്ചിട്ട് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേടിക്കണം. ഒരു 1/4 കിലോ മേടിച്ചാൽ ഒരു മാസത്തേക്ക് ധാരാളം ഉണ്ട് കേട്ടോ. ഈ പംകിൻ സീഡും സൺഫ്ലവർ സീഡും ഒക്കെ 1/4 കിലോ എന്ന് പറയുന്നത് ഒത്തിരി ഉണ്ട്. ഞങ്ങൾക്ക് 2 പേർ കൂടെ ഒരു മാസത്തേക്ക് 1/4 കിലോ വേണ്ട, അങ്ങനെയാണ് കണക്ക്. അപ്പോ നിങ്ങൾ ഓട്സ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ, ഓട്സിന്റെ കഞ്ഞിയൊക്കെ എല്ലാവരും ചെയ്യാറുണ്ടല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്നായി വെള്ളം തിളച്ച ശേഷം അതിനകത്തേക്ക് ഓട്സ് ഇടും. ഇതിപ്പോ എനിക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. ജോസൻ രാവിലെ ചപ്പാത്തി കഴിച്ചു, ജോസൻ അത് മതി എന്ന് പറഞ്ഞു. അപ്പൊ ഈ 2 ടേബിൾ സ്പൂൺ ഓട്സ് ആണ് ഇട്ടിരിക്കുന്നത്. തിളച്ച വെള്ളത്തിലോട്ട് ഓട്സ് ഇട്ടിട്ട് അങ്ങ് അടച്ചു വെക്കുക, തീ ഇടണ്ട, ഓഫ് ചെയ്തേരെ. ഇത് അത്തിപ്പഴം തലേന്ന് രാത്രിയിലെ വെള്ളത്തിൽ കുതിർത്താൽ ഏറ്റവും നല്ലത്. ഞാൻ പലപ്പോഴും മറന്നുപോകും. ഇത് നമുക്ക് ഡൈജസ്റ്റ് ആവാൻ ഇത്തിരി സമയം എടുക്കും, പെട്ടെന്ന് ഡൈജസ്റ്റ് ആവത്തില്ല, അധികം കഴിക്കരുത്. അതുകൊണ്ട് 2 അല്ലെങ്കിൽ 3 അത്ര എടുത്താൽ മതി. ഞാൻ അതുകൊണ്ട് ചൂട് വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്, പെട്ടെന്നൊന്ന് കുതിരാൻ വേണ്ടി കേട്ടോ. അപ്പൊ ഇത് സൺഫ്ലവർ സീഡും പംകിൻ സീഡും ഒക്കെ ഇത്തിരി കൂടുതലുണ്ട്, ഇത്ര എടുക്കണമെന്നൊന്നും ഇല്ല. ഒരു 5 ഓ 6 ഒക്കെ എടുത്താൽ മതി. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നല്ലതുപോലെ കണ്ട കുതിർന്നിങ്ങ് കയറി. ഇത് നമുക്ക് കഞ്ഞി പോലെ കുടിക്കാൻ നല്ല പരുവമാണ്. മറ്റേത് നമ്മള് ആ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുമ്പോൾ അതിന്റെ ആ കുഴുകുഴാന്നാവും. അത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഇങ്ങനെ നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തിളച്ച വെള്ളത്തിൽ ഓട്സ് ഇട്ടിട്ട് അടച്ചു വെക്കുക. ഒരു 10-15 ശേഷം, 10-15 മിനിറ്റിന് ശേഷം അത് കുടിക്കാം, പാലില്ലാതെ. എന്റെ അമ്മയൊക്കെ ഓട്സ് കാച്ചി കുടിക്കുന്നത് പാലില്ലാതെ. നമ്മൾ കഴിക്കുന്ന കൂട്ടാനൊക്കെ ഉണ്ടല്ലോ, മീൻകറി, മോരുകറി, സാമ്പാർ, ഇതൊക്കെ ഒഴിച്ച് അങ്ങനെ കഞ്ഞി കുടിക്കുന്നവണക്കാണ് അമ്മ ഓട്സ് കഴിക്കുന്നത് കേട്ടോ.
അപ്പൊ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുത്തു. നമ്മുടെ രാവിലത്തെ സൂപ്പർ ഫുഡ് റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെ ഫുഡ് കഴിച്ചാലും അതിൽ നിന്നൊന്നും കിട്ടാത്ത അത്രയും മിനറൽസും വൈറ്റമിൻസും ന്യൂട്രിയൻസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഞാൻ ഈ ഒഴിച്ചിരിക്കുന്നത് വൻതേനാണ്. മധുരത്തിന് വേണ്ടി വേറെ ഒന്നും ചേർത്തില്ല. അത്തിപ്പഴത്തിന്റെ ഓൾറെഡി നമുക്ക് മധുരം ഉണ്ട്. അത് കൂടാതെ ഇച്ചിരി തേനും ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്കല്ലാതെ പഞ്ചസാര വേണ്ടവർക്ക് ചേർക്കാം, ശർക്കര വേണ്ടവർക്ക് ചേർക്കാം. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന തേനാണ് കേട്ടോ. ഇത് ചെറുതേനാണ്. ചെറുതേന്റെ 1/4 കിലോ ബോട്ടിൽ തൊട്ടുണ്ട്. ഇതാണ് 1/4 കിലോയുടെ ബോട്ടില്. ഞാൻ പക്ഷേ നമ്മുടെ ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത് വൻതേനാണ് കേട്ടോ. വൻതേൻ 1/2 കിലോ തൊട്ടാണ് തുടങ്ങുന്നത്. ചെറുതേൻ 1/4 കിലോ തൊട്ടാണ് തുടങ്ങുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. ഓട്സിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാഗി എടുക്കാം. പിന്നെ എന്റെ കയ്യിൽ നിന്ന് മേടിച്ച ഹെൽത്ത് മിക്സ് ഉണ്ടല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ട്രൈ ചെയ്യാം. പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചു വെക്കുന്നത് നല്ലതാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാമേ. അപ്പൊ പുതിയ ബാച്ച് മഞ്ഞൾപ്പൊടി റെഡി ആയിട്ടുണ്ട്. അടുത്ത വീട്ടിൽ നിന്നൊക്കെ എടുക്കുന്ന നാടൻ മഞ്ഞളിലാണ് നമ്മൾ മഞ്ഞൾപ്പൊടി റെഡിയാക്കുന്നത്. ഓരോ പ്രാവശ്യം 6 കിലോ 7 കിലോ വെച്ചാണ് പൊടിപ്പിക്കുന്നത്. ഇത് പെട്ടെന്ന് തീരും കേട്ടോ. കാരണം ഓരോരുത്തരും നല്ല നാടൻ മഞ്ഞളായതുകൊണ്ട് 1 കിലോ 1/2 കിലോ വെച്ചൊക്കെയാണ് എൻ്റെ ഇത് മേടിക്കുന്നത്. വിദേശത്തോട്ടൊക്കെ പോകുന്നവർ അതിലും കൂടുതൽ കൊണ്ടുപോകാറുണ്ട്. ഒരു വർഷത്തേക്കുള്ളത് അവർ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. നമ്മുടെ അച്ചാറുകളിലെല്ലാം ഞാൻ നമ്മുടെ ഈ മഞ്ഞൾ, ഇവിടെ വേറെ മഞ്ഞളില്ല, നമുക്ക് ഫുൾ ഈ മഞ്ഞൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കുറെ ദിവസങ്ങളായി കാന്താരി ഇങ്ങനെ നിർത്തിയിരിക്കുകയായിരുന്നു. കാരണം നമ്മുടെ ലിസ്റ്റിലില്ലെങ്കിലും ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യുന്നതാണ് കാന്താരി വെളുത്തുള്ളി. ഭയങ്കര ആവശ്യക്കാരാണ് അതിന്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കാറുണ്ട്, കാന്താരി വെളുത്തുള്ളി ഉണ്ടോ, കാന്താരി വെളുത്തുള്ളി ഉണ്ടോ, നെല്ലിക്ക കാന്താരി ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളതെല്ലാം കൂടെ പറിച്ചു വെച്ച് കുറേശ്ശെ കുറേശ്ശെ കിട്ടുന്നത് പറിച്ചു വെക്കും. പിന്നെ ഞാൻ ഈ പംകിൻ സീഡും സൺഫ്ലവർ സീഡും പൊടിച്ചു വെക്കുന്നതിനെ പറ്റി പറഞ്ഞത്, ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചു വെക്കുന്നെങ്കിൽ ഏറ്റവും നല്ലത്. അതുപോലെ ഫ്ലാക്സ് സീഡ് ആണെങ്കിലും ചൂടാക്കാതെ തന്നെ എല്ലാം കൂടി പൊടിച്ചു വെക്കണ്ട. എൻ്റെ നിന്ന് മേടിച്ചിട്ടുള്ളവര് ഇത് വീഡിയോ കാണുന്നുവെങ്കിൽ കുറേശ്ശെ പൊടിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. കാരണം അതിനകത്ത് ഒരു എണ്ണമയം ഉണ്ട്. അത് ഇരിക്കും തോറും ചിലപ്പോൾ കേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരാഴ്ചത്തേക്ക് എങ്ങാനും കുറേശ്ശെ എടുത്ത് പൊടിച്ചു വെച്ചിട്ട് യൂസ് ചെയ്താലും മതി. അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്മൂത്തിക്കകത്തിട്ട് അടിച്ചെടുത്താലും മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഫ്ലാക്സീഡ് പൊടിച്ചു വെച്ച ശേഷം നമുക്ക് കറികളിലോ ദോശ ഉണ്ടാക്കുന്നത്, ഇഡലി ഉണ്ടാക്കുന്നതിനകത്തോ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനകത്തോ ഒക്കെ ഒരു ദിവസം ഒരു 10 ഗ്രാം അത്രയും യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എംറ്റി സ്റ്റൊമക്കില് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാം, പൊടിച്ചു വെച്ചിരുന്നാല്. അതുപോലെ തന്നെ ചിയ സീഡും വെള്ളത്തിൽ കുതിർത്ത് ഒരു 1 മണിക്കൂറൊക്കെ കുതിരുന്നുവെങ്കിൽ നല്ലത്. അത്രയും സമയം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു 15-20 മിനിറ്റോ വെള്ളത്തിൽ കുതിർത്ത ശേഷം എംറ്റി സ്റ്റൊമക്കിൽ കുടിക്കാറുണ്ട്. ഇതൊക്കെ പല രീതിയിൽ നമുക്ക് അകത്താക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ നമുക്ക് അകത്താക്കാം. നമുക്ക് ശരീരത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഫ്ലാക്സീഡ് ഒക്കെ നമുക്ക് പല രോഗങ്ങളെയും അകറ്റാൻ ഏറ്റവും ബെസ്റ്റ് ആണ് ഫ്ലാക്സീഡ്. അത് കൂടാതെ അതിന്റെ ജെല്ലെടുത്ത് നമ്മുടെ ശരീരത്ത് അപ്ലൈ ചെയ്യാം. ഞാൻ സ്കിൻ കെയറിന്റെ വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുടിയിൽ ജെല്ല് പുരട്ടാം, അതിന് ഏറ്റവും നല്ലതാണ്. അതിന്റെ സീറം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ചേന, നാടൻ ചേനയാണ് കേട്ടോ. അടുത്ത വീട്ടിൽ നിന്ന് മേടിച്ചതാണ്. നന്നായിട്ട് വേവുമോ ഇല്ലയോ എന്നറിയാത്ത ഒരു രീതി ആയതുകൊണ്ട് എടുക്കണോ എന്ത് ചെയ്യണം, തോരൻ വെക്കണോ മെഴുക്ക് പുരട്ടണോ എന്നുള്ള പുഴുങ്ങാൻ വേണ്ടിയാണ് മേടിച്ചത് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ആദ്യം ഒരു കറി വെക്കാമെന്ന്. നമ്മൾ അവിയൽ പോലൊക്കെ വെക്കുന്നതിനകത്ത് അവിയലിനകത്ത് ഇടാനും അവിയൽ പോലൊക്കെ കറി വെക്കാനും ചേന എന്തെല്ലാം രീതിയിൽ ചെയ്യാമല്ലേ. അപ്പൊ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് കറി വെക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിനെ വെട്ടിയെടുക്കുക എന്നുള്ളൊരു ടാസ്ക് ആണ്. ആദ്യം പിച്ചാത്തി വെച്ച് കട്ട് ചെയ്യാൻ നോക്കി, പറ്റിയില്ല. നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ബെൻസി എന്താണ് ഈ ചെയ്യുന്നത്, ആ മുറം മുറിഞ്ഞു പോകത്തില്ലേ, അതിനകത്ത് കൊള്ളത്തില്ല. അതിനകത്ത് കൊള്ളാത്ത രീതിയിലാണ് ഞാൻ വെട്ടിയത് കേട്ടോ. കാണുമ്പം എനിക്കിപ്പോ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോ എനിക്കും തോന്നി, ദൈവമേ മുറം മുറിഞ്ഞു പോകുന്ന രീതിയിലായിരുന്നല്ലോ ഞാൻ വെട്ടിയത്. അപ്പൊ അതിനെ പീസാക്കി വെച്ചു. അതിനുശേഷം അതിന് അരപ്പായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, നല്ല ജീരകം, പിന്നെ ഒരു കുഞ്ഞുള്ളി. എന്റെ കയ്യിൽ അതേ ഉള്ളായിരുന്നു അന്നേരം, അതാണ് അത്ര ഇട്ടിരിക്കുന്നത്. പിന്നെ വെളുത്തുള്ളി, കാന്താരി. കാന്താരി പറിച്ചത് കുറേശ്ശെ ഡെയിലി ആവശ്യത്തിന് വേണ്ടി ഒരു കുഞ്ഞു ബോട്ടിലാക്കി വെക്കും. അതിനുശേഷം അത് വലിയ ബോട്ടിലാക്കിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഞാനിപ്പോ ഈ കാന്താരി കുറെ കൂടെ എന്റെ കയ്യിലായി. അതിനുശേഷം വെളുത്തുള്ളി കാന്താരിയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ സ്റ്റാറ്റസ് കണ്ടവർക്കറിയാം. കഴിഞ്ഞ ദിവസത്തെ സ്റ്റാറ്റസ് ഞാൻ ഇട്ടിരുന്നല്ലോ നമ്മുടെ വെളുത്തുള്ളി കാന്താരിയുടെ. അപ്പം വേണ്ടവര് ഓർഡർ തന്നോളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിരുന്നു. അപ്പൊ ആ ഓർഡർ തന്നത് കൂടാതെ അത് ഓർഡർ വന്നപ്പോ വീണ്ടും എക്സ്ട്രാ ഓർഡർ വന്നതുകൊണ്ട് ഞാൻ വീണ്ടും മുളകിന്റെ മൂട്ടിൽ പോയി തൂത്ത് പറിച്ച്
അടുത്ത ദിവസവും വെളുത്തുള്ളി കാന്താരി ഇട്ടു. ഇനി കുറച്ചുകൂടെ എന്റെ കയ്യിൽ ഉണ്ട് കേട്ടോ. ഇനിയിപ്പം ഈ അടുത്ത ഉടനെ ഒന്നും ഞാൻ വെളുത്തുള്ളി കാന്താരി ചെയ്യില്ല. കാരണം പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ചെയ്യും. പക്ഷെ കടകളിൽ പലപ്പോഴും കാന്താരി കിട്ടാറില്ല. അതല്ലെന്നുണ്ടെങ്കിൽ ജോസാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, ഇനി തൊട്ട് കാന്താരി മാറ്റിയിട്ട് പച്ചമുളകും കാന്താരിയും പച്ചമുളകും വെളുത്തുള്ളിയും വെള്ളക്കിട്ടത് ചെയ്യും, അതും നല്ലതല്ലേന്ന്. ഞാൻ അതിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചേനയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, വേവുമോ ഇല്ലയോ എന്ന് സംശയം ഉണ്ടായിരുന്നെന്ന്. 2 വിസില് വന്നു ഓഫ് ചെയ്തിട്ടപ്പോഴത്തേക്കും നല്ല വെണ്ണ പോലെ വെന്ത് കിട്ടി കേട്ടോ. അത്രയ്ക്ക് വേവുന്ന ചേനയായിരുന്നു. എനിക്ക് തന്നെ അതിശയം തോന്നിപ്പോയി. അപ്പൊ അതിനുശേഷം ബാക്കിയുള്ള ചേന കുറച്ച് ഞാൻ തോരൻ വെച്ചു, കുറച്ച് മെഴുക്ക് പുരട്ടി, പിന്നെ കുറച്ച് പുഴുങ്ങാനെടുത്തു, കപ്പയോടൊപ്പം പുഴുങ്ങി തിന്നു. ഇങ്ങനെയൊക്കെയാണ് ചേന തീർത്തത്. അതിനുശേഷം അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് തിള വരണ്ട, ജസ്റ്റ് ഫുള്ളായിട്ട് തിളയ്ക്കണ്ട, തിള വരുമ്പോഴേ അങ്ങ് ഓഫ് ചെയ്യാം. അതിനുശേഷം കടുക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഉള്ളി ഇട്ടു. അതിനുശേഷം അതൊന്ന് മൂത്ത് വരുമ്പോ ഇതിനകത്തേക്ക് തേങ്ങ ഇടണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ഞാൻ ഇത്തിരി തേങ്ങ ചേർത്തിട്ടുണ്ട്. അതായത് ചേന എരിശ്ശേരി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് കുറച്ച് തേങ്ങയും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. തേങ്ങയും കൂടി ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ച്, വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതുകൂടി ചേർക്കണം. എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് അടച്ചു വെക്കാം. നമ്മുടെ കറി റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. കളറിന് വേണ്ടി ഞാൻ ഇത്തിരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഓൾറെഡി എരി ഉണ്ട് കറിക്ക്, അതുകൊണ്ട് ഒട്ടും എരിയില്ലാത്ത കാശ്മീരിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് കറിയിലോട്ട് ഒഴിച്ചു വെച്ച് അടച്ചു വെക്കാം. എനിക്ക് തലേ ദിവസത്തെ തോരൻ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് കറി മാത്രം വെച്ചാൽ മതി. കാരണം ഇന്ന് എനിക്ക് അച്ചാറൊക്കെ ഇടേണ്ട ദിവസമാണ്. അതുകൊണ്ട് അത് കണക്കാക്കിയാണ് ഓരോ ദിവസവും കറികൾ റെഡിയാക്കുന്നത് കേട്ടോ. എന്തെങ്കിലും അച്ചാർ പരിപാടി ഉണ്ടെങ്കിൽ തലേന്നേ 1-2 ദിവസത്തേക്കുള്ള ചോറും കറിയൊക്കെ റെഡിയാക്കി വെക്കും. കാരണം ഇതുപോലെ ഇഞ്ചി ചേരണ്ടക്കം, ഉള്ളി പൊളിക്കലക്കം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കണമല്ലോ. അതുകൊണ്ട് അപ്പൊ കിട്ടുന്ന സമയമൊക്കെ കുറച്ച് ഇഞ്ചിയും ചിരണ്ടി വെച്ചായിരുന്നു. അതും ഞാൻ ഇതുപോലെ ഇഞ്ചി സമയമൊക്കെ കിട്ടുമ്പോൾ ചിരണ്ടി ഫ്രിഡ്ജിൽ വെച്ചിരിക്കും കേട്ടോ. കാരണം അല്ലാതെ ഒറ്റയടിക്ക് നമുക്കിപ്പം 10 കിലോ മീൻ, 10 കിലോ ബീഫ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്ക് ഇഞ്ചി വേണമല്ലോ, ഒരു 2 കിലോ ഇഞ്ചിയെങ്കിലും വേണമല്ലോ. അപ്പൊ അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ചിരണ്ടി അത് നടക്കത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു വെക്കുന്നത്. ഇത് ഒരു ദിവസം പുറത്തു പോയ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതിനകത്തേക്ക് ഇത്തിരി ഒന്ന്, അത് മാത്രമായിട്ടൊരു വ്ളോഗ് ഒന്നും പറഞ്ഞ് ചെയ്യാനായിട്ടില്ല. ഇപ്പൊ നമ്മള് വ്ളോഗേഴ്സ് എന്ന് പറയുമ്പോൾ എവിടെ പോയാലും വീഡിയോ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ വീഡിയോ എടുത്ത് വെക്കുമല്ലോ. എന്നിട്ടല്ലേ ഇത് വ്ളോഗിൽ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ പോയ വഴി ടയറിന് കാറ്റ് കുറവായിരുന്നു, അങ്ങനെ കാറ്റടിക്കാൻ നിന്നതാണേ. ഞാൻ കഴിഞ്ഞ വ്ളോഗില് ഞാന് ഇരുന്ന് സംസാരിക്കുന്ന കുറെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ എത്രയും വ്ളോഗിന് ലെങ്ത് കുറയ്ക്കാമോ അതിനു വേണ്ടി കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കിയായിരുന്നു. നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്തായിരുന്നു. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന, എന്റെ സംസാരം ഇഷ്ടപ്പെടുന്ന പലരും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം കുറെ പേർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എന്തിനാ അങ്ങനെ ചെയ്തത്, നോർമലായിട്ടുള്ള സ്പീഡ് മതി, കേൾക്കുന്നവർ കേട്ടാ മതിയല്ലോ, അല്ലാത്തവർക്ക് കേൾക്കാതെ സ്കിപ്പ് അടിക്കാമല്ലോ ചേച്ചി, എന്തിനാ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ച് കുറെ പേര് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടു. ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. കാരണം എന്നെ കേൾക്കാൻ നിങ്ങളൊക്കെ ഉണ്ടല്ലോ. തിരക്കൊണ്ടേ വണ്ടി കയറ്റി അങ്ങ് വിടും, നിർത്തി. തിരക്കില്ലല്ലോ, ഉച്ച സമയത്ത്. അപ്പൊ ഇത് നേരത്തെ പ്ലാൻ ചെയ്തൊന്നും പോകുന്നില്ലായിരുന്നു കേട്ടോ. ഇത് മേടിക്കാൻ പോയ ദിവസം നിന്ന നിപ്പില് ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ജോസാൻ എങ്കിൽ വാ നമുക്ക് പോയേച്ച് വരാമെന്നും പറഞ്ഞ് പോയതാണ്. ഡൈനിങ് ടേബിളിന്റെ കസേര നോക്കാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൗസ് വാമിങ്ങിന് തൊട്ടേയുള്ള കമ്പിയുടെയാണ്. അപ്പൊ അത് 2 ഓൾറെഡി ഒടിഞ്ഞു പോയി. പിന്നെ ഒരെണ്ണം ഇത് മേടിക്കാൻ പോയതെന്ന് രാവിലെ ഒരെണ്ണത്തിന്റെ കാല് വളഞ്ഞ് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കണം. അപ്പം ഞങ്ങൾ പൊതുവേ ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാറില്ല. ആരെങ്കിലും വരുന്നു എങ്കിൽ നമുക്ക് ഇരിക്കാൻ കസേര വേണമല്ലോ. ഞാൻ ചോദിക്കട്ടെ ആദ്യം. ഇത് 1 ഇയർ വാറന്റി ഇല്ല, പോത്തില്ല. പോത്തില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ 2-3 പാർട്ടികൾ, നമുക്ക് അറിയാവുന്ന പാർട്ടികൾ തന്നെ കൊടുത്തു. 2-3 വർഷമാകുന്നു. പോളിസി കൊടുത്താൽ വെയിലത്തൊന്നും കിടക്കില്ലല്ലോ. ഇത് സ്റ്റീലിന്റെ, അത് നല്ല ഹെവിയാ. പക്ഷെ നമ്മുടെ ഇപ്പൊ കിടക്കുന്നതിനേക്കാളും സ്ട്രോങ് ആണ്. ഇച്ചിലൂടെ സ്ട്രോങ് ആണ്. പക്ഷെ എന്നാലും തടിയാ നല്ലത് എന്നേക്കും. ഇത് കറക്റ്റ് ഈ പെയിന്റ് ഒക്കെ അങ്ങ് പോകുന്നത്. അപ്പം റോളിംഗ് ചേർക്കാനും സ്ഥലം ഇല്ലയോ?
ഏതാ? അല്ല റോഡിൽ കയറൊക്കെ ഇടാൻ. അത് നമ്മൾ സ്ഥലം സേവ് ചെയ്തെടുത്തയാ. മറ്റേ ഈ സാധാ ഒരു കസാര സാധാ കസേര കിടക്കുന്നു. ആ, അതുപോലെ അവസരം എടുക്കും. ഇതേപോലുള്ള കസാര അതിനകത്ത് കിടക്കുന്നുണ്ട്. അത് പറ്റും. പറ്റുമോ? പക്ഷെ ഇവിടെ ബാക്ക് ഇത് അതിനേക്കാളും വീതിയുണ്ട്. ഇവിടെ ഉണ്ട്. കാല് വീതി. ആ കാല് വീതിയുണ്ട്. ഇതിനും പ്ലാസ്റ്റിക് വീതി കുറച്ചാണ്. ആ. അതിന് വീതി കൂടുതലുണ്ട്. പ്ലാസ്റ്റിക് ആകുമ്പോൾ കുറച്ച് വീതി കുറച്ച് അവർ ചെയ്യും. ചെറുതാ. ചെറുതാക്കി ചെയ്യും. അപ്പൊ ഇവിടെ പറ്റില്ല. കാല് പറ്റത്തില്ല. അപ്പൊ ആകെ ഒരു 4 കസേര മതി. അതുകൊണ്ട് പല കടകളൊന്നും കയറി ഇറങ്ങാൻ നിന്നില്ല. കണ്ടു, സെലക്ട് ചെയ്തു. അതിനുശേഷം എന്തായാലും ഞാൻ ഇറങ്ങിയതല്ലേ, കുറേ നാളായിട്ട് ഇത് മേടിക്കണോന്ന് എന്റെ മനസ്സിലൊരു ആഗ്രഹമാണ്. കുറച്ച് സാധനങ്ങള്. അപ്പൊ ജോസേന്റെ അടുത്ത് പറഞ്ഞു വിട്ടാൽ ശരിയാവത്തില്ല. ജോസേന് കറക്റ്റ് മേടിക്കത്തില്ല. അളന്നുകൊണ്ടൊക്കെ പോയിട്ട് എനിക്ക് പരുവത്തിന് നോക്കിയെടുത്ത് ഏതാണ് വേണമെന്നുള്ള, അപ്പൊ ഞാൻ അങ്ങനെ ഒരു കടയിൽ ഒന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പൊ ഇത് എന്തിനാണെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഇവിടുത്തെ വീഡിയോ കുറേ ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ. പക്ഷെ എന്റെ മൊബൈൽ എനിക്കിപ്പോ 8ന്റെ പണി തരുന്നുണ്ട്. ഏറ്റവും വലിയ സങ്കടം, പ്രഷ്യസ് ആയിട്ടുള്ള കുറെ വീഡിയോസ് എന്ന് പറഞ്ഞാല് അതിന്റെ വീഡിയോ ഉടനെ വരുന്നുണ്ട് കുറച്ചുള്ളത്. വളരെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വീഡിയോ എന്റെ ക്ലിപ്സുകൾ മൊത്തവും നഷ്ടപ്പെട്ട് ഞാൻ എങ്ങനെ റിക്കവർ ചെയ്യാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കേട്ടോ, ആ വീഡിയോ ചെയ്യാനായിട്ട്. ഇതും ഞാൻ വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നു, മാറ്റൊക്കെ മേടിച്ചിരുന്നു. അതിന്റെയൊക്കെ വീഡിയോ എടുത്തിരുന്നു. പക്ഷെ ഒന്നും കിട്ടിയില്ല. കാരണം എന്റെ മൊബൈലില് റെക്കോർഡ് ആവുന്നുണ്ട്. പക്ഷെ അതിനുശേഷം പ്ലേ ചെയ്യുമ്പോൾ ഫോർമാറ്റ് സപ്പോർട്ട് അല്ലെന്നുള്ള ഒരു മെസ്സേജാണ് വരുന്നത്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എന്റെ മൊബൈൽ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്താ ഓരോ ചെലവ് ഇങ്ങനെ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അതാണ് അവസ്ഥ. അപ്പം ഒന്നും കഴിക്കാതാണ് ഇറങ്ങിപ്പോയത് കേട്ടോ. ഉച്ചയാവുന്നതിന് മുമ്പേ ഇറങ്ങിയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നല്ല വിശപ്പും ഉണ്ട്, ഒരു ചായയും കൂടെ കിട്ടിയാൽ കൊള്ളാം. കഴിഞ്ഞ പ്രാവശ്യം ഒരു എവിടോ പോയിട്ട് വന്നപ്പോ ഇതുപോലെ കാറിലിരുന്ന് ഞാൻ ചായയും ഒക്കെ കുടിക്കുന്ന കേട്ടിട്ട് എനിക്കൊരു കമന്റ് വന്നാൽ ചേച്ചിക്ക് ഒന്ന് പുറത്തിറങ്ങിക്കൂടായിരുന്നു അത്രയും അത് എനിക്കൊന്ന് ആലപ്പുഴ പോയ അതാണ് ഒന്ന് നടുവൊക്കെ ഒരു ദൂരത്തില്ലായിരുന്നു എന്ന്. ഞാൻ ഇറങ്ങാത്തതാണ് കേട്ടോ. എനിക്കിങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നതിനേക്കാളും കംഫർട്ട് ഇങ്ങനെ ദോശ കൊണ്ട് തരുമല്ലോ, അങ്ങനെ അതാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാപ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കൊട്ടാരക്കര തന്നെയുള്ള കടയാണ് കേട്ടോ. ഇപ്പൊ ഒരു ചായയും കുടിച്ചു, നല്ല സ്ട്രോങ് ചായയും. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ നല്ല വിശപ്പുണ്ടായിരുന്നു. കുറെ നേരമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ മാറ്റൊക്കെ മേടിക്കുന്ന കടയിൽ ഒത്തിരി സമയം നിൽക്കേണ്ടി വന്നു. ഇത് ഞാൻ വിചാരിച്ചു പൊറോട്ടയാണെന്ന് കേട്ടോ. പക്ഷെ അല്ല, ചപ്പാത്തി ഉണ്ടാക്കുവാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ കേരളത്തിലെ നമ്മുടെ ചായക്കടകളിലായാലും ഹോട്ടലുകളിലായാലും മൊത്തം ബംഗാളികളാണ് കേട്ടോ. നമ്മുടെ കേരളം എന്ന് പറയുന്ന അവരുടെ ഗൾഫാണല്ലോ, മലയാളികൾ കുറവാണ്. അപ്പൊ അവർക്കൊക്കെ നല്ലപോലെ ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാമല്ലോ. പിന്നെ ഒരു പരിപ്പ് വടയും മേടിച്ചു കേട്ടോ. അത് നല്ല ടേസ്റ്റി ആയിരുന്നു. ഈ പുറത്തൊക്കെ പോയി നമ്മുടെ കേരളത്തിലോട്ടൊക്കെ ഇറങ്ങിയ ഇങ്ങനെയൊക്കെ കഴിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. നോർത്തിൽ ഇത്രയും പറ്റത്തില്ല. ഇതിനകത്ത് ചെറിയ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കേറണ്ട. കൊച്ചു കട്ടിലുണ്ട്. അയ്യോ, എന്നെ കിടത്തണ്ട. ദിവസം ഓരോന്നോരോന്ന് എന്നെ കാണിക്കുവാണ്. ഇതെന്ന് പറയുന്നത് പണ്ട് ഈ പ്രായമായവര് വീട്ടില് ചാരി കിടക്കുന്ന എന്തോ ഒരു പറയുന്നേ, ചാവടി എന്നല്ല, പേര് മറന്നുപോയി. അപ്പൊ അതിന്റെ പ്ലാസ്റ്റിക്കിന്റെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഊഞ്ഞാല്. എനിക്ക് വീട്ടിലൊരു ഊഞ്ഞാല് വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതായത് കിടക്കുന്ന രീതിയിൽ കട്ടിൽ പോലുള്ള ആടുന്നത്. പക്ഷെ സ്ഥലമില്ല, വീട്ടിനകത്ത് സ്ഥലമില്ല. മുറ്റത്തിടാന്ന് വെച്ചാൽ ഫ്രണ്ട് മുറ്റത്തും പറ്റത്തില്ല. ആകെയുള്ള സ്ഥലം അടുക്കളയുടെ ആ സൈഡാണ്. അവിടെ പക്ഷെ തുണി ഉണങ്ങാനിട്ടേക്കുന്നതുകൊണ്ട് അവിടെയും പറ്റത്തില്ല. അപ്പൊ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുന്നാടുന്നതുണ്ടല്ലോ, ഇതിന്റെയൊക്കെ വേറെ പേരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതെങ്കിലും ഒരെണ്ണം വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഈ കണ്ടിട്ട് ഇരുന്നാൽ അവർക്ക് വിഷമം വരുമോ, അയ്യോ ഇത്രയും വണ്ണം ഉള്ളോള് കയറി ഇരുന്നായിട്ട് ഊഞ്ഞാല് പൊട്ടുവോ, എന്തിനാ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് കയറി ആടാലോ. അങ്ങനെ ഒരു ആഗ്രഹം അത്രേ ഉള്ളു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആകെ സ്ഥലമുള്ളത് ടെറസിലാണ്, അവിടെ കൊണ്ടുവരണം. ഉദ്ഘാടനം കഴിഞ്ഞു കസേരയുടെ. കസേരയുടെ മഹത്തായ ഉദ്ഘാടനം ജോസ് ജോയ് അവർകൾ നിർവഹിച്ചു. എല്ലാത്തിലും ഇരുന്ന് ഉദ്ഘാടനം നടത്തുന്നതാണ്. കൈ വെക്കണം. നടക്കും. മറ്റേ കറുത്ത കസാര ഒരെണ്ണം അവിടെ, ഒന്നോ രണ്ടോ അവിടെ ഇട്ടാ പോവുക. ഇപ്പം കസേരകൾ അധികം വന്നു.
അല്ല ഇത് നമുക്ക് കടയിൽ കളയാനൊക്കെ വേണം. ഒരെണ്ണം അടുക്കള വേണം എനിക്ക്. ഒരെണ്ണം അടുക്കളയിലാണ്. യോസാനോട് അടുക്കള ഇരിക്കണമെങ്കിൽ ഈ 2 എണ്ണം ഇവിടെ ഇട്ടേക്കണം. മൊത്തം 4 എണ്ണേ ഉള്ളൂ ഈ കമ്പി. ഇത് 4 എണ്ണേ ഉള്ളൂ മൊത്തത്തിൽ. അതാ ഇത് 2 എണ്ണം കടയിലിടാൻ 2 എണ്ണം ഇവിടെ കിടക്കട്ടെ. അപ്പുറം ഇപ്പുറം കൂടി ഇട്ടാൽ മതി. അങ്ങനെ നിന്ന നിപ്പിൽ എന്നെയും കൊണ്ടുപോയി. 2500 രൂപയുള്ളൂ 4 കസേരയെന്നും പറഞ്ഞ് ജോസുമോൻ പോയാണ്. അതെനിക്ക് അന്നേരം അറിയാം എന്നെ പറ്റിക്കാൻ പറയുന്നതാണെന്ന്. ഒറിജിനൽ റേറ്റ് പറഞ്ഞാൽ ഞാനിവിടുന്ന് ഇറങ്ങത്തില്ലെന്നറിയാം. എന്തുവാ പറ അതല്ലെങ്കിൽ കൊണ്ടുപോവാ. എങ്ങനെയുണ്ട് എന്റെ കലാവിരുത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കുറേ നാളായിട്ട് എന്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ മേടിച്ചിടുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഡെയിലി തുടച്ചില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമാണ് അത്രയും ഭാഗം കാണാനായിട്ട്. എത്ര തുടച്ചാലും രാവിലെ തുടച്ചാലും വൈകിട്ടാവുമ്പോഴത്തേക്ക് നല്ല വൃത്തികേടായിട്ട് കിടക്കും. ഇതാവുമ്പോ നമുക്ക് ഡെയിലി തുടയ്ക്കണ്ട, ഇടയ്ക്കിടയ്ക്കൊന്ന് അതെടുത്ത് വാഷ് ചെയ്താൽ മതി. നല്ല വൃത്തിയായിട്ട് കിടക്കും. ഇത് വാഷ് ബേസിന്റെ അവിടെ ഇട്ടതാണ്. ഇത് മറ്റേ വിറകടുപ്പ് മറ്റേ അടുക്കളയുണ്ടല്ലോ, കൊച്ചടുക്കള, അവിടുത്തെ ജനല്, ഈ 3 അടുത്താണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ മെയിൻ അടുക്കള, നമ്മുടെ വിറകടുപ്പിന്റെ അവിടുത്തെ അടുക്കള, വാഷ് ബേസിൻ, ഇത്ര അടുത്താണ് ഇത് ഇട്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനുശേഷം മാറ്റ് മേടിച്ചിരുന്നു. ഞാൻ അടുക്കളയിൽ ഇട്ടിരുന്ന നേരത്തെ നിങ്ങൾ വ്ളോഗുകളിൽ കണ്ടു കാണുമല്ലോ, സാധാ തുണിയുടെ ഒരു മാറ്റാണ് ഇട്ടിരുന്നത്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കുമ്പോൾ തട്ടി തട്ടി അങ്ങോട്ടും ഉരുണ്ടുപോകും ഇങ്ങോട്ടും ഉരുണ്ടുപോകും, ടൈലാണല്ലോ. അപ്പൊ ഇതാവുമ്പോ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിടന്നോളും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. വെള്ളം വീണാല് അത് പിടിച്ചെടുത്തോളും. ബാത്റൂമിന്റെ അവിടെ ഇടുന്ന ഈ ടൈപ്പാണ്. നമുക്ക് ഇതിന്റെ തന്നെ നല്ല പുതിയതായിട്ടുള്ള യൂസ് ചെയ്യാത്തത് വേണമെന്നുണ്ടെങ്കിൽ പാത്രങ്ങൾ കഴുകി വെക്കാനും പാതകത്തെ ഇടാനും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാനും ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. പാത്രങ്ങൾ കഴുകുന്നിടത്തെന്ന് ഉദ്ദേശിച്ച് ഒത്തിരി അങ്ങ് വെള്ളത്തോടെ കൊണ്ട് വെക്കുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എപ്പോഴും എടുത്ത് നമുക്കൊന്ന് ഉണക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ വെള്ളമയം ഉള്ളെങ്കിൽ എന്നും എടുക്കണ്ട കേട്ടോ. നമുക്ക് അതൊത്തിരി നനവെന്ന് തോന്നുന്നു എങ്കിൽ മാത്രം എടുത്തൊന്ന് ഉണക്കിയാൽ മതി. ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പൊ എന്താ, ബാത്റൂമിന്റെ അവിടെ ഇടാൻ മേടിച്ചു. കിച്ചണിലേക്ക് ആ വലിയ ഒരെണ്ണേ ഞാൻ മേടിച്ചുള്ളായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരെണ്ണം എക്സ്ട്രാ ഉള്ളതുകൂടെ ആ ഗ്യാസ് അടുപ്പിന്റെ അവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അന്നേരേ ഞാനത് ചിന്തിച്ചിരുന്നുവെങ്കിൽ സെയിം കളർ തന്നെ ചെറുതും വലുതും മേടിച്ചേനെ. അന്നേരം ആ പ്ലാനിങ്ങിലൊന്നും അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് അടുക്കളയിൽ ഇപ്പം ഒട്ടും മാച്ചിങ് ഇല്ലാത്ത 2 കളറാണ് കിടക്കുന്നത്. ആരെങ്കിലും വന്നു കണ്ടാൽ ഇങ്ങനെ ചിന്തിക്കുമായിരിക്കും. സാരമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവക്ക് കുറെ ഇഷ്ടങ്ങളുണ്ട് കേട്ടോ. ചോറ് ഒത്തിരി വെന്തു പോയതാണെങ്കിൽ, കുഴഞ്ഞിരിക്കുന്ന ചോറാണെങ്കിൽ കഴിക്കില്ല. മീൻ തേങ്ങ അരച്ച് വെച്ച കറിയേക്കാളും അവൾക്ക് ഇഷ്ടം കുടംപുളി ഇട്ട് വെച്ച മീൻ കറിയാണ്. ചോറ് ഒന്നേലൊന്നേ തൊടാതെ കിടക്കുന്നതാണെങ്കിൽ നന്നായിട്ട് കഴിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അവൾ ഒന്ന് മണപ്പിച്ചേച്ച് തിരിഞ്ഞു പോകും. എന്തോ ചെയ്തിട്ടാ ക്ഷീണം? ജോലി ഉണ്ടായിരുന്നു. എന്തോ ജോലി? എങ്ങാനും ഉറങ്ങി. അതിൽ ക്ഷീണം ഇടിച്ച പറക്കുന്നു. ആ പഴത്തിൻ്റെയാ? മാറ്റും. അത് എവിടെ വെച്ചാലും ഇറക്കത്തില്ലയോ? തുണി മുക്കാൻ പോവാ. ചായ വേണോ? വേണ്ട, പോയി തുണി മുക്കിക്കോ കേട്ടോ. എനിക്ക് കുറെ ജോലിയുണ്ട്. അതെടുക്കണം. പിന്നെ നാളെ ബീഫ് എടുക്കാൻ പോണം. നാളത്തെ എന്റെ ജോലി എന്തൊക്കെയാ? ബീഫ് എടുക്കണം. 2 എണ്ണം മേടിച്ചു വെച്ചിരിക്കുക. രൂപ 500. നിങ്ങളുടെ നാട്ടിൽ എത്ര രൂപയെന്ന് പറയണേ? ജോസാന് ഇവിടെ ഈ 2 തണ്ണിമത്തന് 500 രൂപ. നാളെ 1000 രൂപയുടെ പച്ചക്കറി കൊണ്ടുവന്നാണ്. എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയണ്ടേ? ഇതോ ഏതാ? ഇത് കിലോ 60, ഇത് കിലോ 40, ഇത് 3 കിലോ, ഇത് 4 കിലോ. എത്രയായി? 6 4 24, 3 12. ഇപ്പൊ എവിടെ 500 കിലോ കൂടുതലുണ്ട്. 500 ആയില്ല. 400 രൂപയ്ക്കകത്തായി.
ദിവസേന ചായ ഇടുവാണെന്നുണ്ടെങ്കിൽ ഒട്ടും പാലില്ലാതെ മാട്ടച്ചായയാണ് വേണ്ടത് കേട്ടോ. എനിക്കത് പറ്റത്തില്ല. എനിക്ക് അത്യാവശ്യം നല്ലതുപോലെ പാൽ ഒഴിച്ചിട്ട് ഇച്ചിരി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയാണ് ഇഷ്ടം ദിവസേന. പക്ഷെ കഫക്കെട്ട് കൊണ്ടാണ് കേട്ടോ, കാരണം ഇത്തിരി പാല് കുടിച്ചാല് കഫക്കെട്ട് വരുമെന്നുള്ള പേടിയാണ്. അപ്പൊ എനിക്ക് തുണി കഴുകാൻ മിക്കവാറും രാത്രിയിലാണ് തുണി കഴുകിയിടുന്നത്. അപ്പൊ രാവിലെ ഒരു 10-11 മണി ആകുമ്പോഴത്തേക്ക് എല്ലാം ഉണങ്ങി കിട്ടും. എനിക്ക് ഇവളെ കണ്ട ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണം, ഒരു വലിയ സമാധാനക്കേടാണല്ലെന്നുണ്ടായി. അത് അടങ്ങി എവിടെ ഇരിക്കുവാന്നേലും ഞാൻ പോയി മാന്തി ചൊറിഞ്ഞ് ചെറുക്കാനും പറഞ്ഞ് അതിനെ മറിച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കേട്ടോ. കാരണം ഇത്രയും എൻ്റെ അടുത്ത് അടുക്കത്തില്ലായിരുന്നു. നേരത്തെ ഞാൻ പുറത്തോട്ടിറങ്ങി അന്നേരം ഇവള് കൂടും, നീ തോട്ടാൻ നിന്ന് തരത്തില്ല. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യാനും ഇങ്ങനെ കിടന്നു തരും, നിന്ന് തരും, എടുക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഞാൻ ഒരു ദിവസം ഇച്ചിരി ഒന്ന് എടുക്കാൻ നോക്കി, ഇച്ചിരൊക്കെ ഇരുന്ന് തന്നു. പക്ഷെ പൂട ആ ഒരു ഇതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ ഇതിനെ വളർത്താത്തതും. കാരണം പൂട പൊഴിയും. എന്റെ കുഞ്ഞിനെയൊക്കെ എന്റെ വീട്ടിൽ പൂച്ചയുണ്ടായിരുന്നു, എന്റെ കൂടെ കിടത്തിയായിരുന്നു ഉറക്കുന്നത്. അന്നും അമ്മ അടിക്കും അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. രാത്രി ഇത് കൂടെ കിടക്കുമ്പോ ഇതിന്റെ ഒരു കുറുകലുണ്ട്, അത് കേൾക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ബെഡ് മൊത്തവും കൂടെ ആയിരിക്കും. അന്നൊന്നും അതിന്റെ സീരിയസ്നെസ് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ്. പക്ഷെ ഇപ്പൊ അതിന് നമുക്ക് അറിയാം, ഇനത്തിലെ പൂച്ചകളെയും പട്ടികളെയൊക്കെ വീട്ടിൽ വളർത്തുന്നവരുണ്ട്, അതിനുള്ള ടോണിക്കുണ്ട് കൂടെ കൊഴിയാതിരിക്കാൻ, അങ്ങനെയൊക്കെ വളർത്തുന്നതുണ്ടെന്ന്. പക്ഷെ അന്ന് നമ്മുടെ നാടൻ പൂച്ചകളാണല്ലോ. എന്തായാലും ഇപ്പൊ സ്ഥിരം എന്റെ അടുത്താണ് രാവിലെയും രാത്രിയും എല്ലാം. എന്തി ചുവപ്പ് മഞ്ഞ, ഇഷ്ടമുള്ള ഇടും. മഞ്ഞ മധുരമുണ്ട്. ഇത് മധുരമുള്ള ഇത് മഞ്ഞ. ഞാൻ വിചാരിച്ചു ഇത് ചുമപ്പാന്ന്. അല്ല, ഇത് ചുവപ്പ്. അത് മഞ്ഞയായിരിക്കും. അല്ല, ഞാൻ നോക്കിയല്ലേ മേടിച്ചേ. ഞാൻ വിചാരിച്ചു ഇതാണെന്ന്. അത് നടുകെ ഒന്നുകൂടെ കീറ്. മത്തങ്ങയുടെ മണം. ഇതാ മത്തങ്ങ. മത്തങ്ങയല്ലല്ലോ ഇത്, കറി വെക്കുന്ന മത്തങ്ങയുടെ മണം. കൈ സൂക്ഷിച്ചോണേ. ആ കട്ട് ചെയ്യുന്ന പിച്ചാത്തി നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? കുറെ ദിവസമായി ഇത് മേടിച്ചു വെച്ചിട്ട് കേട്ടോ. വീഡിയോ ഒന്നും ഇടാൻ സമയം കിട്ടിയില്ല. ഷോർട്സ് ഇടണമെന്ന് വിചാരിച്ചു, പറ്റിയില്ല. ഞാൻ ഒരു ഷോർട്സ് കൂടി ഇട്ടേക്കാം. നല്ലതാണ് കേട്ടോ. ഞാൻ ഇത് പലരും മേടിച്ച് കണ്ടിട്ട് അന്നേരം തൊട്ട് ആഗ്രഹിക്കുന്നതാണ് ഇതൊരെണ്ണം മേടിക്കണമെന്ന്. അപ്പൊ മൂർച്ച കൂട്ടാനുള്ള ഈ സാധനം നേരത്തെ എന്റെ കയ്യിൽ ഉള്ളതാണ്, ഷാർപ്നർ. ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. എല്ലാ വീട്ടമ്മമാരുടെ കയ്യിലും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ആ മൂർച്ച കൂട്ടുന്ന സംഭവം, ഷാർപ്നർ. അത് നിങ്ങൾ മേടിച്ചിട്ടില്ലാണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരെണ്ണം മേടിക്കണം കേട്ടോ. ഏത് കത്തിയും മൂർച്ച കൂട്ടാൻ പറ്റുന്നതാണ്. ഇത് ഈ പിച്ചാത്തി നിങ്ങൾ മേടിക്കുന്നുവെങ്കിൽ അതിന്റെ വേറെ ഒരു കളറും ഉണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. റെഡ് കളറും ഉണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ റെഡ് ആയിരുന്നു എടുപ്പ്, അത് മേടിച്ചാൽ മതിയായിരുന്നു എന്ന് പിന്നീട് തോന്നി. പക്ഷെ അതൊക്കെ ഒത്തിരി കഴിഞ്ഞിട്ടാണ് ഞാനത് നോക്കുന്നതേ. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം റെഡേ ഓർഡർ ചെയ്യത്തുള്ളായിരുന്നു. നല്ല പിച്ചാത്തിയാണ് കേട്ടോ, താല്പര്യമുള്ളവർക്ക് മേടിക്കാം. അപ്പൊ ഇതൊക്കെ വൈകിട്ടാണ് തുണി കഴുകാനിട്ടതും ഈ കാര്യങ്ങളെല്ലാം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കാന്താരി കൂടുതലാവുമ്പോൾ ചെയ്യുന്ന സംഭവങ്ങൾ. എനിക്ക് 2 ടൈപ്പ് അച്ചാർ ഇടണമായിരുന്നു. ഒന്ന് വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ട്, കാന്താരി അല്ലാതെ പച്ചമുളക് ഇട്ടിട്ട് ഒരു 1/2 കിലോയുടെ ഓർഡർ ഉണ്ടായിരുന്നു. അത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി അന്ന് തന്നെ കാന്താരി വെളുത്തുള്ളിയും ചെയ്യണമായിരുന്നു. കാന്താരി വെളുത്തുള്ളിയുടെ കുറച്ച് കൂടുതൽ ഓർഡർ ഉണ്ടായിരുന്നു. അങ്ങനെ കാന്താരി വെളുത്തുള്ളി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ടു 2 ദിവസം മുമ്പ്. പക്ഷെ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഓർഡർ എന്റെ കയ്യിൽ ഉള്ളതിനേക്കാളും കൂടുതൽ വന്നതുകൊണ്ട് പിറ്റേന്ന് മുളകിന്റെ മൂട്ടി പോയി ഉള്ളതെല്ലാം തൂത്ത് പറിച്ച് അടുത്ത ബാച്ച് കൂടി ഇട്ടു. ഏകദേശം ഒരു 2-3 കിലോ എന്റെ കയ്യിൽ എക്സ്ട്രാ ഉണ്ട്. വേണ്ടവര് മെസ്സേജ് ഇട്ടാൽ മതി. അത് കഴിഞ്ഞാൽ ഇനി ഉടനെ ഒന്നും ഈ സംഭവം ഇല്ല കേട്ടോ. കാന്താരി വെളുത്തുള്ളി എന്റെ കയ്യിലില്ല. പിന്നെ ഞാൻ ജോലി ആയതുകൊണ്ട് തന്നെ തുണി അടിച്ച് ഇടയ്ക്കിടയ്ക്ക് തുണി വെള്ളം കളയുന്നുണ്ടായിരുന്നു, ബാക്കിയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ കട അടച്ചിട്ട് വന്നിട്ട് ദിവസം തുണി വിരിച്ചിടുവാണ് കേട്ടോ. മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങനെയാണ്. രാത്രിയിലായിരിക്കും തുണി വിരിച്ചിടുന്നത്. രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് ഉണങ്ങി കിട്ടും. അപ്പോഴത്തേക്ക് മുറ്റവും ഫ്രീ ആവും, നമുക്ക് കയറി ഇറങ്ങി നടക്കാനും എല്ലാം. അല്ലാതെ പകൽ സമയത്ത് ഇട്ടാലും മുറ്റത്ത് എന്തെങ്കിലും ജോലി ചെയ്യാനോ എന്തെങ്കിലും കയറി ഇറങ്ങി നടക്കാനും ഒക്കെ തുണി തലയെ തട്ടും. മേളിലിടാൻ സൗകര്യം ഉണ്ടെങ്കിലും ഞാനത് താഴെയാണ് ഇടുന്നത് കേട്ടോ. എളുപ്പം താഴെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ, അതുകൊണ്ട് ഷീറ്റിന്റെ താഴെയല്ലേ, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ കാന്താരി വെളുത്തുള്ളി. ഞാനും ഇപ്പൊ ഇത് ഭയങ്കരമായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണ്. വെറുതെ വെളുത്തുള്ളി പറക്കി തിന്നാനും ആ ഒരു പുളിയും. കാന്താരിയുടെ എരി ഇറങ്ങാൻ സമയമെടുക്കും. ഇത് കൂടുതൽ വെള്ളക്കാന്താരിയാണ് ഇതിനകത്ത്.
അപ്പൊ അതിന് വലിയ എരിയില്ലാത്തത് കൊണ്ട് അത് വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഇതിന്റെ ആ ഗ്രേവി ഉണ്ടല്ലോ, ഒത്തിരി ഗ്രേവി ഇല്ല, കുറച്ചേ ഉള്ളൂ. ആ ഉള്ളത് എടുത്ത് ചോറുണ്ണാൻ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, എന്റെ ഒരു ഇഷ്ടം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇത് ഇട്ട ശേഷം ഒത്തിരി ലേറ്റ് ആയി കേട്ടോ, ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക്. അതിനുശേഷം ഏകദേശം ഒരു 12:30-1 മണി വരെ പിറ്റേന്ന് കൊറിയർ അയക്കേണ്ടതെല്ലാം ഞാൻ ബോട്ടിലാക്കി. അല്ലെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് ഒത്തിരി ലേറ്റ് ആവും കൊറിയർ അയക്കാൻ. അതിനുശേഷം ബാക്കിയുള്ളത് രാവിലെയാണ് പാക്ക് ചെയ്തത്. ഇത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലോട്ട് പോകാനുള്ളത് ഉണ്ട് കേട്ടോ. ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ പോയിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലോട്ട് പോകാനുള്ളവരാണ്. വിദേശത്തോട്ട് കൂടുതലും നമ്മൾ പൗച്ചിലാണ് അയക്കുന്നത്. അതാണ് സ്പേസും കൊണ്ടുപോകാൻ സൗകര്യം അതായിരിക്കും. എന്നാൽ വിദേശത്തോട്ട് ബോട്ടിൽ കൊണ്ടുപോകുന്നവരും ഉണ്ട് കേട്ടോ. ബോട്ടിൽ മതി എന്ന് പറയുന്നത് ലീക്ക് ആവാതെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അതിനുശേഷം പാക്കിങ് പലരും പറയാറുണ്ട്, ഇപ്പം പാക്കിങ്ങിന്റെ ഒന്നും കാണിക്കുന്നില്ല, കൊറിയർ കൊണ്ടുവന്ന് കാണിക്കുന്നില്ല, ബിസിനസ് നിർത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. ബിസിനസ് നിർത്തില്ലല്ലോ, നമ്മുടെ ഉപജീവന മാർഗമല്ലേ. അപ്പം നമ്മുടെ കയ്യിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. അച്ചാറുകള്, മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി, ഒട്ടും എരിയില്ലാത്ത കാശ്മീരി പിരിയൻ, ഗരം മസാല, സാമ്പാർ മസാല, ചിക്കൻ മസാല, കുടംപുളി, വാളംപുളി, അവലേസ് പൊടി, ചമ്മന്തിപ്പൊടി, കരിപ്പോട്ടി, വെളിച്ചെണ്ണ ഇത്യാദി എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ലീവിന് വിദേശത്തു നിന്ന് വരുന്നവർക്ക്, പോകുന്നവർക്ക് വേണ്ടപ്പെട്ട നാടൻ സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതെന്താ നാട്ടിലുള്ള ആരും ഇതൊന്നും യൂസ് ചെയ്യുന്നില്ലേന്ന്. അങ്ങനെയല്ല, നാട്ടിലുള്ളവർ സ്ഥിരം നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. മുളക് പൊടി തീരുന്നുണ്ടേ, പെൻസി തീരാറായി, പെട്ടെന്ന് അയക്കണേ. മസാലകളായാലും നാട്ടിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്, വിദേശത്തുള്ളവരും ഉണ്ട് കേട്ടോ. അപ്പൊ അന്നത്തെ കൊറിയറുമായിട്ട് ജോസാൻ ദാ പോകുന്നു. അന്നത്തെ ദിവസം രാവിലെ മൊത്തം ഞാനും കൂടെ പോയിരുന്നു കേട്ടോ. കാരണം പാക്കിങ്ങിന് കൂടുതലുണ്ടെങ്കിൽ ഞാനിവിടെ പോയാലേ പറ്റത്തുള്ളൂ. കാരണം പൗച്ചിലെ ആർക്കാണ്, ബോട്ടിലെ ആർക്കാണ് എന്നൊക്കെ കറക്റ്റ് പറഞ്ഞു കൊടുത്തേ പാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെനിക്കല്ലേ അറിയത്തുള്ളൂ. അപ്പം ജോസാൻ പോയി. അതിനുശേഷം ഞാൻ എന്റെ പരിപാടികളുമായിട്ട് വീണ്ടും അടുക്കളയിൽ, നമ്മുടെ ജീവിതം അതാണല്ലോ. അച്ചാറടക്കം, അടുക്കള ജോലി, ഇതൊക്കെയാണല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ അതാ തോട്ടത്തിന്റെ നടുക്കൂടെ ജോസാൻ പൊക്കോണ്ടിരിക്കുന്നു. പോവട്ടെ, ഒരു ഇച്ചിരി വീഡിയോ എടുത്തതാണ്. ഇതൊക്കെയാണ് വിശേഷങ്ങള്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നറിയില്ല. എന്തുണ്ടെങ്കിലും കമന്റ് ഇടാൻ മറക്കല്ലേ. അപ്പൊ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ബൈ, ഗോഡ് ബ്ലസ് യു.